Now, the baptism into the Holy Spirit and with fire is a New Testament experience. You don't find it in the Old Testament. പരിശുദ്ധാത്മാവിന്റെ സ്നാനത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഫലം എന്ന് പറയുന്നത് ആളിക്കത്തുന്ന ഒരു അഗ്നിയുടെ അനുഭവമാണ്. It is so unique to the New Testament. പഴയ നിയമത്തിൽ നമുക്കത് കാണാൻ കഴിയത്തില്ല. പുതിയ നിയമത്തിൽ മാത്രം നമുക്ക് വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്ന പുതിയ നിയമത്തിലെ അതുല്യമായ സത്യമാണത്. That the term baptism into the Holy Spirit and with fire does not occur in the Old Testament because it was not for that period. പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലുമുള്ള തീമുള്ള സ്നാനം പഴയ നിയമത്തിൽ വെളിപ്പെടുത്തപ്പെട്ടിട്ടില്ല. അത് പുതിയ നിയമത്തിലെ ഒരു യാഥാർത്ഥ്യമാണ്. The first time we read of the baptism into the Holy Spirit and with fire is right when the New Testament opens. Matthew chapter 3 verse 11. വേദപുസ്തകത്തിൽ ആദ്യമായി പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലുമുള്ള സ്നാനത്തെക്കുറിച്ച് നാം വായിക്കുന്നത് പുതിയ നിയമം തുറക്കുന്ന ആദ്യ പുസ്തകമായ മത്തായിയുടെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിലാണ്. This new experience had to get a brand new name. ഒരു പുതിയ അനുഭവത്തിലൂടെ തലത്തിലൂടെ ഈ പുതിയ അനുഭവം നാം പ്രാപിക്കുക. A brand new name. ഒരു പുതിയ പേരോട് കൂടെ. John the Baptist was the one who introduced this subject. യോഹന്നാൻ സ്നാപകനാണ് ഈ വിഷയം പരിചയപ്പെടുത്തിയത്. And this is what he said. യോഹന്നാൻ പറഞ്ഞത് ഇങ്ങനെയാണ്. I read from Matthew 3:11. 3-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ ഇവിടെ വായിക്കുന്നു. He said, I indeed baptize you with water unto repentance, but he who is coming after me is mightier than I, whose sandals I'm not worthy to carry. He will baptize you with the Holy Spirit and fire. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനമേൽപ്പിക്കുന്നതേയുള്ളൂ. എന്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു. അവന്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും തീയിലും സ്നാനമേൽപ്പിക്കും. തീ. Hallelujah. Hallelujah. Okay, now I want you to just visualize this a little bit. നിങ്ങളുടെ ദൃശ്യമായ നിങ്ങളുടെ മനസ്സിന്റെ തലങ്ങളിലൂടെ അതൊന്ന് ഭാവന കണ്ടാട്ട്. Here is John the Baptist, യോഹന്നാൻ സ്നാപകൻ ഇവിടെ നിൽക്കുന്നു. baptizing people into water in the river Jordan. യോർദാൻ നദിയിൽ ജനങ്ങളെ സ്നാനപ്പെടുത്തിക്കൊണ്ട് യോഹന്നാൻ സ്നാപകൻ നിൽക്കുന്നു. Cold water, as a matter of fact. വളരെ തണുത്ത വെള്ളത്തിലാണ് യോഹന്നാൻ സ്നാനം കഴിപ്പിക്കുന്നത്. That's why some people still think Christianity is wet and cold. അതുകൊണ്ട് തന്നെയാണ് ചില ആളുകൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് ഒരു തണുപ്പൻ സാധനമാണെന്ന്. But John says this. എന്നാൽ യോഹന്നാൻ പറയുന്നത് ശ്രദ്ധിക്കുക. I baptize you into water unto repentance. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നതേയുള്ളൂ. But after me somebody greater than I is coming. എന്നാൽ എനിക്ക് പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, എന്നിലും ബലവാനായവൻ. I'm not worthy to carry his sandals. അവന്റെ ചെരുപ്പ് ചുമക്കാൻ പോലും ഞാൻ മതിയായവനല്ല. But he who comes after me, he is the baptizer into the Holy Spirit and with fire.